എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തോ. സ്റ്റോക്കിൽ കൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരിക്കലും പറയുന്നില്ല. റിയൽ എസ്റ്റേറ്റിലാകാം, ഗോൾഡിലാകാം, സ്റ്റോക്സിലാകാം, മ്യൂച്വൽ എന്തിൽ വേണം ഇട്ടോ. ചിട്ടിയിൽ ചേരുന്നത് ചിട്ടിയാണ് പ്രധാനമായിട്ടും. അവിടെ നിന്ന് നേരെ KSF ചിട്ടി എടുക്കുന്നു, അത് മാസം മാസം ചിട്ടി അടയ്ക്കുന്നു. അങ്ങനെ ചെയ്യുന്നത് എന്താ? ഇല്ല, എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതിനെക്കാട്ടും നല്ലത് നമുക്ക് FD കൊണ്ടിടുന്നതല്ലേ. എല്ലാവർക്കും സിബിൽ സ്കോർ കൂട്ടാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്. NRIസിന് ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുറേ അധികം ബാങ്ക്സ് ഇന്ത്യ തന്നെ. ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ NRI ആയ ഉടനെ ഇവരുടെ വീട്ടുകാരെല്ലാവരും അവരുടെ ലൈഫ് സ്റ്റൈൽ ഹൈപ്പ് ആകാനായിട്ട് നോക്കുന്നു. NRI അക്കൗണ്ട് ബേസിൽ ഇവർക്ക് SIPs സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. വളരെ മിനിമൽ എമൗണ്ട് 5000 രൂപ 1000 രൂപ വെച്ച് ഇവർക്ക് SIP ചെയ്യാൻ പറ്റുമെന്നേ. എനിക്ക് ചിട്ടി എന്ന രീതിയിൽ എനിക്കിതൊന്നും തോന്നിയിട്ടില്ല. ഒരു റിസൾട്ട് ഞാൻ കണ്ടിട്ടുമില്ല. എക്സ്ട്രാ റിട്ടേൺസ് കിട്ടി, ഹ്യൂജ് ഇൻട്രസ്റ്റ് എന്ന രീതിയിലൊന്നും. നമ്മളുടെ NRIസിനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. കാരണം കേരളത്തിന് പുറത്ത് കേരളത്തിന്റെ സമ്പാദ്യത്തിന്റെ ഒരു ഭൂരിഭാഗവും ഇങ്ങോട്ട് റിമിറ്റ് ചെയ്യുന്ന NRIs ആണ്. പക്ഷെ ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് പലർക്കും സമ്പാദ്യമില്ല. അവിടെ കിടന്ന് പണിയെടുക്കുന്നു, തിരിച്ചു വരുമ്പോഴേക്കും നാട്ടിലെ ഫണ്ട് തീരുന്നു. ഒരു വീട് പോലും ചിലപ്പോൾ പണിയാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരെ കണ്ടുണ്ട്. ജീവിതത്തിന്റെ മുഴുവൻ കാലവും അന്യദേശത്ത് കിടക്കുക, ശിഷ്ടകാലം ഇവിടെ വരുമ്പോൾ വീണ്ടും ദരിദ്രം അനുഭവിക്കുക എന്ന വല്ലാത്തൊരു പ്രതിഭാസമുണ്ട്. ഇവർക്ക് എങ്ങനെ ജീവിതത്തിൽ ഈ NRI ആയിട്ടിരുന്നത് കൊണ്ട് എങ്ങനെ സമ്പാദിക്കാൻ പറ്റും? എന്താ അതിനുള്ള മാർഗം? ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ NRI ആയ ഉടനെ ഇവരുടെ വീട്ടുകാരെല്ലാവരും അവരുടെ ലൈഫ് സ്റ്റൈൽ ഹൈപ്പ് ആകാനായിട്ട് നോക്കുന്നു. അത് അവരുടെ സന്തോഷം മൂലമാകാം, എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ അവിടെ ഞെരുങ്ങുന്നത് ആ പോയിട്ടുള്ള ആ പ്രവാസി തന്നെയാണ്. വീട്ടിൽ നിന്ന് മാറി നിന്ന് ഇത്രയും കഷ്ടപ്പെട്ട് വീട്ടുകാർക്ക് വേണ്ടി വന്ന് നിന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ വീട്ടുകാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരെന്തും ചെയ്യും. അവർ മാക്സിമം ഫണ്ട് അയച്ചു കൊടുക്കുക, എല്ലാം ചെയ്യും. പക്ഷെ അവർ അതിൻ്റെ കൂടെ തന്നെ ഒന്ന് ബഡ്ജറ്റിങ് ചെയ്താൽ വളരെ നല്ലതാണ്. ഇത്ര രൂപ അല്ലെങ്കിൽ അവർക്ക് 1 ലക്ഷം രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അവരുടെ ചെലവിന് ഇത്ര, വീട്ടിലേക്ക് ഇത്രയും പോകുന്നുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യുക. എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തോ. സ്റ്റോക്കിൽ കൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരിക്കലും പറയുന്നില്ല. റിയൽ എസ്റ്റേറ്റിലാകാം, ഗോൾഡിലാകാം, സ്റ്റോക്സിലാകാം, മ്യൂച്വൽ എന്തിൽ വേണം ഇട്ടോ. അവർക്കൊരു പുതിയൊരു കമ്പനി തുടങ്ങാൻ തോന്നുകയാണ്, കമ്പനി തുടങ്ങുക, അതിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇതല്ലാതെ നമ്മൾ ആ ഒരു ടെമ്പററി ഹാപ്പിനെസ്സിന് വേണ്ടി അവിടെ മാക്സിമം സ്പെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ബഡ്ജറ്റിംഗ് അവരും നിർബന്ധമായിട്ടും ചെയ്യണം. ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ NRI അക്കൗണ്ട് ബേസിൽ ഇവർക്ക് SIPs സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. വളരെ മിനിമൽ എമൗണ്ട് 5000 രൂപ 1000 രൂപ വെച്ച് ഇവർക്ക് SIP ചെയ്യാൻ പറ്റുമെന്നേ. NRI അക്കൗണ്ട്സ് ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല, ഇച്ചിരി സംതിങ് ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ നത്തിങ്. എന്തെങ്കിലും ഉണ്ടല്ലോ. ഇവർ വിചാരിക്കും അതിന് വലിയ ടാക്സ് ആയിരിക്കും. ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഇവർ NRIs മാക്സിമം പെട്ടെന്ന് തന്നെ എന്നോട് ചോദിച്ചു സാർ, നമുക്ക് അതിന് കൂടുതൽ ടാക്സ് വരത്തില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ അവരോട് പറയുന്ന എന്തെങ്കിലും ഉള്ളതല്ലേ, ഒന്നും ഇല്ലാതിരിക്കുന്നേക്കാരും നല്ലത്. അതെ, ഏതെങ്കിലും ടാക്സ് എങ്കിലും പേ ചെയ്ത് ബാക്കി എന്തെങ്കിലും ഇച്ചിരി കിട്ടുമല്ലോ. ബട്ട് അത് മാക്സിമം അവർ ടാക്സ് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു കാര്യത്തിനാണ് അവർ നിന്നിട്ട് പിന്നീട് ഒന്നും ചെയ്യത്തില്ല. ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ അങ്ങ് പൊക്കോണ്ടിരിക്കും, പ്രൊക്കാസിനേറ്റ് ചെയ്യും. സോ NRI അക്കൗണ്ട് ബേസിസിൽ ഇവർക്ക് SIPs സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നല്ലൊരു ഓപ്ഷനാണ്. തീർച്ചയായിട്ടും അത് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. ദെൻ സ്വന്തമായിട്ട് ഇല്ലെങ്കിൽ അവർ അവിടെ തന്നെ എന്തെങ്കിലും ചെയ്തിട്ട് പിന്നീട് അത് അസറ്റിലോട്ട് മാറ്റുന്നത് നല്ലതായിരിക്കും. പിന്നെ കുറേ പേര് ഇപ്പോൾ ക്രിപ്റ്റോയിലോട്ട് മാറുന്നുണ്ട്. ക്രിപ്റ്റോയിലോട്ട് അവിടെ നിന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ടാക്സ് പേ ചെയ്യേണ്ടി വരും. 28% ആകുമ്പോൾ നമ്മൾ അത് ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരും. ബട്ട് എന്നാലും കുഴപ്പമില്ല, ഒരു നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും അവർ സ്റ്റാർട്ട് ചെയ്തല്ലോ. ഈ ചിട്ടിയിൽ ചേരുന്നത് ചിട്ടിയാണ് പ്രധാനമായിട്ടും. അവിടെ നിന്ന് നേരെ KSF ചിട്ടി എടുക്കുന്നു, അത് മാസം മാസം ചിട്ടി അടയ്ക്കുന്നു. അങ്ങനെ ചെയ്യുന്നത് എന്താ? ഇല്ല, എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതിനെക്കാട്ടും നല്ലത് നമുക്ക് FD കൊണ്ടിടുന്നതല്ലേ. അവർ സ്വന്തമായിട്ട് NRIയുടെ ബേസിസിൽ ഒരു FD ഇട്ട് കഴിഞ്ഞാൽ അതിനേക്കാളും റിട്ടേൺസ് കിട്ടും. ചിട്ടി ഇടുന്നതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലംസമായിട്ടൊരു എമൗണ്ട് കിട്ടും. ഇവരിപ്പോൾ ഒരു 10000 രൂപയുടെ ചിട്ടി ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ലംസമായിട്ടൊരു എമൗണ്ട് കിട്ടി. പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഹോം ലോൺ അവർക്ക് ഓൾറെഡി കിടപ്പുണ്ട്, ബാങ്കിന്റെ ഒരു ലോൺ കിടപ്പുണ്ടെങ്കിൽ പെട്ടെന്നൊരു ചിട്ടി തുടങ്ങിയിട്ട് ഇവർക്ക് ആദ്യം തന്നെ അത് പിടിച്ചിട്ട് അതങ്ങ് അടച്ചു തീർത്ത് കഴിഞ്ഞാൽ ആ ബാങ്ക് ലോണിന്റെ അത്ര ഇൻട്രസ്റ്റ് ഇവിടെ ഇല്ലല്ലോ, ഇവിടെ സേഫാ. സോ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് തീർക്കാൻ പറ്റും. അല്ലാത്ത പക്ഷം നമ്മൾ പെട്ടെന്ന് ചിട്ടി എടുക്കുന്ന ആ പൈസ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യമില്ല. നമ്മൾ ഇടുന്ന ചിട്ടിയാണെങ്കിലും ഒരു ഇൻട്രസ്റ്റും ഇല്ല, നമുക്ക് ഒരു റിസൾട്ട് അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് എനിക്ക് ചിട്ടി എന്ന രീതിയിൽ എനിക്കിതൊന്നും തോന്നിയിട്ടില്ല. ഒരു റിസൾട്ട് ഞാൻ കണ്ടിട്ടുമില്ല. ആർക്കും എക്സ്ട്രാ റിട്ടേൺസ് കിട്ടി, ഹ്യൂജ് ഇൻട്രസ്റ്റ് എന്ന രീതിയിലൊന്നും കണ്ടിട്ടില്ല. അത് അരുൺ പേഴ്സണലി ഒരു NRIക്ക് റെഫർ ചെയ്യണമെന്നിരിക്കട്ടെ, എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് റെഫർ ചെയ്യുക? സ്റ്റോക്ക് ആയിരിക്കും പറയാൻ. ലെറ്റ്സ് SIPയിൽ ഇവർക്ക് എന്തിനു വേണം ഇൻവെസ്റ്റ് ചെയ്യാം, സ്റ്റോക്കിൽ ചെയ്യാം. തീർച്ചയായിട്ടും ഇവർക്ക് ചെയ്യാം, നല്ല റിസൾട്ട് കിട്ടും. നേരെ അവർ നോക്കിയിട്ട് NRIസിന് തന്നെ ബേസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിമാറ്റ് അക്കൗണ്ട്സ് ഇഷ്ടം പോലെ ഉണ്ട്, അവർക്ക് അതിൽ ചെയ്യാം. ടാക്സിനെ പറ്റി ഒന്നും വറി ചെയ്യേണ്ട കാര്യമില്ല. ഫസ്റ്റ് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കണം, എന്നിട്ട് നമുക്ക് ടാക്സിനെ പറ്റി ആലോചിക്കാമല്ലോ. പലരും ചിന്തിക്കുന്നത് ഈവൻ ട്രേഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ സാർ നമുക്ക് ഇത് ഇത്ര ട്രേഡ് ചെയ്ത് നമുക്ക് എത്ര രൂപ ടാക്സ് പോകുമെന്ന്. ഞാനപ്പോൾ അവരോട് പറയും ഫസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുക, നമുക്ക് എന്നിട്ട് ടാക്സിനെ പറ്റി ചിന്തിക്കാം എന്നുള്ളൊരു സംഭവത്തിൽ. സോ എന്ന് വെച്ചാൽ പ്രോഫിറ്റ് കിട്ടുന്നില്ല എന്നല്ല, ടേക്സ് ടൈം. നമ്മളിത് ഒരു പ്രവാസി പോകുന്നത് എന്തിനാ? മിനിമം ഒരു 10 വർഷം 20 വർഷത്തേക്കാണ് പോകുന്നത്. എന്നാൽ ഈ ഒരു 10-20 വർഷത്തേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവർ കണ്ടിന്യൂസ് ആയിട്ട് SIP ചെയ്യട്ടെ. മ്യൂച്വൽ ഫണ്ട് ചെയ്തോ, ഗോൾഡിൽ ചെയ്തോ, നാട്ടിൽ എന്തെങ്കിലും പ്രോപ്പർട്ടിയിലാകാം, എന്തിൽ വേണേൽ ചെയ്തോ. സോ
വയസ്സായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതുപോലെ പലപ്പോഴും ഈ NRI അക്കൗണ്ട് ഒക്കെ ഉണ്ടാകും, അതിൽ ചെറിയൊരു ശമ്പളം വന്നു പോകുന്നുണ്ടാവും. അതെ പലപ്പോഴും ഇവർക്ക് നാട്ടിലില്ലാത്തതുകൊണ്ട് ഒരു ലോൺ കിട്ടില്ല, സിബിൽ സ്കോർ ചിലപ്പോൾ നെഗറ്റീവിലായിരിക്കും. അതെ അതെ ഇവർക്ക് എങ്ങനെ ഒരു സിബിൽ സ്കോർ ഒക്കെ എടുത്തിട്ട് നാട്ടിൽ എങ്ങനെ ഒരു വീട് വെക്കാൻ പറ്റും? ലോൺ വാങ്ങണ്ടായെന്ന് പൊതുവെ അഭിപ്രായം ഉണ്ടെങ്കിലും വീട് വെക്കണമെങ്കിൽ പലപ്പോഴും ലോൺ ആവശ്യം വരുന്നത്. അപ്പോൾ എങ്ങനെ ഒരു വീട് സിബിൽ സ്കോർ ഒക്കെ ബെറ്റർ ആക്കി ചെയ്യാൻ പറ്റും? NRIസിന് നമുക്ക് സിബിൽ സ്കോർ കൂട്ടാം. എല്ലാവർക്കും സിബിൽ സ്കോർ കൂട്ടാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്. NRIസിന് ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുറേ അധികം ബാങ്ക്സ് ഇന്ത്യ തന്നെ. നമുക്കതൊന്ന് ഓപ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ NRI അക്കൗണ്ട് ത്രൂ ആയിരിക്കാം, എങ്ങനെയാണെങ്കിലും ഇവർക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നുണ്ട്. ആ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാം. മാക്സിമം 30% ബിലോ തന്നെ അതിൻ്റെ യൂസ് ചെയ്യുക. അതിൽ കൂടുതൽ ചെയ്തിട്ട് പിന്നെ നമുക്ക് സിബിൽ കൂട്ടാനായിട്ട് പറ്റില്ല എന്ന് വരും. പലപ്പോഴും ഞാൻ ഒരിടയ്ക്ക് യൂസ് ചെയ്തൊരു മെത്തേഡ് ലൈക്ക് ഗോൾഡ് കൊണ്ട് പ്ലെഡ്ജ് ചെയ്യാൻ വെച്ചു, എന്നിട്ട് ഞാൻ ആ ഗോൾഡ് കറക്റ്റായിട്ട് അടച്ചു തീർത്തു. വേറെ ലോൺസ് ഒന്നും എനിക്ക് അപ്പം ഇല്ല. കാരണം നമുക്ക് ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് സിബിൽ ഇല്ലാത്തതുകൊണ്ട് ലോൺ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, നമ്മുടെ കയ്യിൽ ഗോൾഡ് ഇച്ചിരി വാങ്ങിച്ചിട്ട് അത് കൊണ്ടിട്ട് പ്ലെഡ്ജ് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് കറക്റ്റായിട്ട് അടച്ച് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സിബിൽ കൂട്ടാനായിട്ട് പറ്റും. സോ ഇറ്റ്സ് ബെറ്റർ NRIസ് ഒരു NRI ക്രെഡിറ്റ് കാർഡ് എടുക്കുക, ദെൻ ഗോൾഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേര് പ്ലെഡ്ജ് ചെയ്യാൻ വെച്ചിട്ട് അവരത് അടച്ച് തീർത്താൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഒരു വ്യക്തി സ്വന്തമായിട്ട് പഠിച്ചിട്ട് ചെയ്യുന്നതാണ്, ഒരു കൺസൾട്ടന്റിന്റെ ഉപദേശം എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്? നമുക്ക് പഠിക്കാൻ സമയമുണ്ടെങ്കിലും ഒന്നാമത്തെ കാര്യം പഠിക്കാൻ സമയം വേണം, ഇല്ലെങ്കിൽ ഈ പരിപാടിക്ക് ഇറങ്ങരുത്. ഇപ്പൊ നമ്മുടെ തന്നെ അക്കാഡമിയിൽ പലരും വരുന്നുണ്ട്, ഇഷ്ടംപോലെ സ്റ്റുഡൻസ്. നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. 10,000 അധികം സ്റ്റുഡൻസ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ തന്നെ ഇവരോട് എല്ലാവരും ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറയും, ലൈക്ക് അവരോട് പറയുന്നൊരു കാര്യമുണ്ട്, 110% റീഫണ്ട് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് പോകാമെന്ന് ഞാൻ പറയും. സംഭവം എന്താ വെച്ചാൽ ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ പറയും, ഇവർക്ക് അസൈൻമെന്റ്സ് എക്സാംസ് ഒക്കെ ഉണ്ട് നമുക്കിവിടെ. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല, ലൈവായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ഇറങ്ങിപ്പോക്കും, ഒരു 10% നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും, വാങ്ങിച്ചുകൊണ്ട് പൊക്കോളാൻ പറയും. പഠിക്കാനായിട്ട് നല്ല സമയം എടുക്കും. ഇത് ഒരു 2 വർഷമോ ഇല്ല 3 വർഷമോ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ ഫുൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ട, ഒരു എല്ലാ ദിവസവും 2 മണിക്കൂർ 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ പഠിച്ച് ചെയ്യുന്നത് സൂപ്പർബായിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം, ട്രേഡ് ചെയ്യാനായിട്ടോ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടോ നമ്മൾ അതിൻ്റെ റിസർച്ച് ചെയ്യണം, അതിനും സമയം കളയേണ്ടതായിട്ട് വരും. സോ നമ്മളൊരു 9 to 5 ജോബ് കഴിഞ്ഞിട്ട്, ഇപ്പം NRIs ആണെങ്കിൽ പുറത്ത് അവരുടെ സമയം കഴിഞ്ഞിട്ട് 2 മണിക്കൂർ 3 മണിക്കൂർ അവർക്ക് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും, സൂപ്പർബായിരിക്കും, ബെസ്റ്റ് ആയിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ റിസർച്ച് അനലിസ്റ്റുകളുടെ അടുത്ത് പോകേണ്ടി വരും. ഈ റിസർച്ച് അനലിസ്റ്റുകളുടെ അടുത്ത് പോകുമ്പോൾ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറേ പേരുടെ മാനേജ് ചെയ്യണമല്ലോ. അപ്പോൾ അതിലൊരാളാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ ഒരു കൺസ്ട്രെയിൻ ഉണ്ട്. സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ റിസ്ക്കാണ്, കാര്യം എല്ലാം നോക്കേണ്ടി വരും. സോ ഇതെല്ലാം കാണും, നോക്കിയും കണ്ടും ചെയ്താൽ വളരെ നല്ലത് തന്നെയാണ് എപ്പോഴും.